ദീർഘനാളുകളായി പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ നൽകിയിട്ടും അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ലെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. കളിമണ്ണ് തല്ലിയെടുത്ത് ഒരു ചെറിയ മൺപാത്രമാക്കി മാറ്റുന്നതിന് ദിവസങ്ങളോളം അധ്വാനം ആവശ്യമാണ്. എന്നാൽ ഇതിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് തൊഴിലാളികൾ നിരാശരാകുന്നത്. ഇങ്ങനെ ജീവിതം ഇങ്ങനെ പോകണമെന്നുള്ളൂ, അത് വലിയ ലാഭമൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞു പോവാന്ന് മാത്രം. അല്ലാതെ ഇതിനിപ്പോൾ ഒരു 10-75 ഉറുപ്പ് കിട്ടും. ഇത് 3-4 പണി വരും ഈ ഒരു ചട്ടിക്ക്. ചക്കരയുടെ പണിയും വേണം, ഉണക്കും വേണം, അത് കൊട്ടും വേണം, മിനിപ്പിക്കും വേണം. 3 പണി വരും. മൺപാത്ര നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണിന്റെ ലഭ്യതക്കുറവാണ് പ്രധാന പ്രശ്നം. വില കൊടുത്തു വാങ്ങിയ വിറകിനാൽ ചൂള കത്തിച്ചാൽ മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ എതിർപ്പുകളുണ്ടാകും. കയറ്റിറക്ക് ജോലി കൂടി പലപ്പോഴും സ്വയം ചെയ്യേണ്ടി വരും. ഇതെല്ലാം മറികടന്ന് വിൽപ്പന നടത്തിയാലാകട്ടെ ലഭിക്കുന്നത് തുച്ഛമായ പ്രതിഫലം മാത്രം. കളിമണ്ണിന്റെ ലഭ്യതയാണ് മെയിനായിട്ട് ഇത് വരുന്നത്. ജീവിത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പണിയെടുത്ത് മര്യാദ ചെലവുകളാണ് കൂടുതൽ വരുന്നത് ഞങ്ങളുടെ ഇതിൽ. ഇത് മണ്ണ് കൊടുന്ന് അരച്ച് വലിയ വില കൊടുത്ത് മണ്ണ് മേടിച്ച് അത് അരച്ച് പണിത് ചോള വെച്ച് വരുമ്പോൾ മര്യാദ ചെലവുകൾ കൂടി വരികയാണ്. അപ്പം അത് ഞങ്ങൾക്ക് കളിമണ്ണിൻ്റെ ലഭ്യതയുടെ മെയിനായിട്ട് കളിമണ്ണ്, പിന്നെ വിറകിൻ്റെയും ചകിരിയുടെയും വില കൂടുതലും ഞങ്ങളുടെ തൊഴിലെടുക്കാനുള്ള പൈസയുടെ അത് മൂല്യം ഇത് കുറവാണ് വരുന്നത് ഞങ്ങളുടെ ഇതിൽ. ഞങ്ങളിപ്പോൾ ഇവിടെ ചിലവാക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇത് 1/3 ഭാഗം ഞങ്ങൾക്കിവിടെ ചിലവ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളത് ഇത് പാർട്ടിക്കാർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ തുച്ഛമായ ഇത് കിട്ടണുള്ള പൈസ. തൊഴിൽ സംരക്ഷിക്കാൻ നടപടി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കണം, സർക്കാർ സംവിധാനങ്ങളിലൂടെ വിൽപ്പനയ്ക്ക് അവസരമുണ്ടാക്കണം. ഇക്കാര്യങ്ങൾ സാധ്യമായാൽ ഈ പരമ്പരാഗത തൊഴിലാളികൾക്ക് പിടിച്ചു നിൽക്കാനാകും. പക്ഷേ അധികാരികൾക്ക് പരാതികൾ നൽകി കാലങ്ങളായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.